സീരീസിലെ 13ാമത്തെ എപ്പിസോഡിലേക്ക് ഓഫ് ക്യാമറ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഗൈസ് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എൻചാൻറ്റിങ് റൂമാണ് ഗൈസ്. അതുണ്ടാക്കാനുള്ള കംപ്ലീറ്റ് റിസോഴ്സിനെ അവിടെ സെറ്റ് വെച്ചിട്ടുണ്ട്. കണ്ടോ, കുറേ നേരം ഇരുന്ന് മൈൻ ചെയ്തിട്ട് കുറേ ഡയമണ്ട് ഒപ്പിച്ചിട്ട് അത് ഞാൻ ഒരു എൻചാൻറ്റിനെ ഉണ്ടാക്കി. പിന്നെ കുറേ നേരം അപ്പുറത്ത് അതിൻ്റെ പോയിട്ട് കുറേ ഈ ഒരു കൗസിനെ കൊന്നിട്ട് കുറേ ലെതർ ഒപ്പിച്ചു. പിന്നെ കുറേ ഷുഗർ കെയിൻ ബോൺമെയിൽ ചെയ്ത് പേപ്പർ ഉണ്ടാക്കി അതിനെ ബുക്കാക്കി, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ബുക്കാക്കിയിട്ട് ഞാൻ ഇത്രയും ബുക്ക് ഷെൽഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ വുഡ് മൈൻ ചെയ്തിട്ട് ഞാൻ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു വില്ലേജറിനെ മറ്റേ ബ്രൈഡറിൽ നിന്ന് AFK ഒപ്പിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടോ, എന്നിട്ട് അവനെ ഞാൻ കുറേ നേരം ഈ ഒരു ലെക്ടറിന് പൊട്ടിച്ച് മെൻറ്റിങ് ബുക്ക് തരുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, 24 ലെവലിന് ഇപ്പോൾ അവനൊരു മെൻറ്റിങ് ബുക്ക് തരും ഗൈസ്. പിന്നെ വുഡിൻ്റെ കാര്യം, ഞാൻ കുറേ നേരം വുഡ് മൈൻ ചെയ്ത് എക്സ്ട്രാ 4 സ്റ്റാക്ക് വുഡ് എൻ്റെ കയ്യിലുണ്ട്. ഈ കുറേ നാളത്തേക്ക് ഈ ഒരു വുഡ് തന്നെ മതിയാവും. ഞാനൊരു ട്രീ ഫാർം ഉണ്ടാക്കുന്നിടം വരെ. പിന്നെ കുറേ കൗസിനെ കൊന്നുകൊണ്ട് തന്നെ എനിക്ക് 33 ലെവലുണ്ട്. പിന്നെ 46 കുക്കഡ് ബീഫുണ്ട്. പിന്നെ ഇതുവരെ പിടിച്ചേക്കാനായിട്ട് ഞാൻ കുറേ എമറാൾഡ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത് വെച്ച് ഞാൻ കുറേ ബ്രെഡ് ഉണ്ടാക്കി. ഒരു സ്റ്റാക്ക് ബ്രെഡ് കണ്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഒരു ബ്രെഡേ ഉണ്ട് ഗൈസ്. പിന്നെ വിക്കിയുടെ ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിൽ കിട്ടിയ ബോൺമീൽ വെച്ചിട്ട് ഇവിടെയും കുറച്ച് ബോൺമീൽ ചെയ്തായിരുന്നു ഗൈസ്. അവിടെ ക്രീപ്പർ, ഞാൻ ഇപ്പോൾ കിടന്നുറങ്ങാം. ഇപ്പോൾ തണ്ടർസ്റ്റോമാന്ന് തോന്നുന്നു. മൈൻഡ് ചെയ്ത് ഞാൻ റീമൈൻഡ് ചെയ്തുകൊണ്ടൊന്നുമില്ല. മറ്റേ വില്ലേജിൽ പോയിട്ട് അവിടുത്തെ ബിൽഡിങ്ങിൽ നിന്ന് എല്ലാം വുഡ് അടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ ബിൽഡിങ്ങിൽ കുറേ വുഡില്ല. ഓക്കെ, പിന്നെ ഞാൻ ഈ രാത്രി വുഡ് മൈൻഡ് ചെയ്തുകൊണ്ട് തന്നെ എനിക്കൊരു ഓമന സ്പോട്ടിലൂടെ കിട്ടി. 2-3 റെയ്ഡ് സ്പോണായി. ഈ സൈഡിലുള്ള ഷീപ്പ് ഫാം ഇപ്പോൾ കാണാനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പൊട്ടിച്ച് മാറ്റി കഴിച്ചു. എന്നിട്ട് ഈ ഒരു ഷീപ്പ് ഫാമിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ എന്തോ ഒരു ബോറ് പോലെ. കാരണം തന്നെ ഈ സൈഡിലാണ് ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ ഒരു ചേർന്നതെന്ന് എനിക്ക് തോന്നി. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ അതെല്ലാം പൊട്ടിച്ച് മാറ്റി. എന്നിട്ട് ആ 2 ഷീപ്പിനെ അവിടെ കെട്ടിയിട്ട് കൂടാതെ എനിക്ക് 2 കൗസിനെയും കൂടെ കിട്ടി. അത് വെച്ചിട്ട് ഒരുമിച്ച് ഞാനൊരു വേറൊരു ഫാം ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ഞാൻ മറ്റേ കേവിൻ്റെ അപ്പുറത്തുനിന്ന് ഒരു വലിയൊരു മതിൽ അവിടെ തൊട്ട് തുടങ്ങി ഇതുണ്ട് കടൽ വരെ മുട്ടിക്കുന്ന രീതിയിൽ ഒരു വലിയൊരു മതിലുണ്ടാക്കും. നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരു മതിൽ. എന്നിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് ഞാൻ ഫാർം ഉണ്ടാക്കും. എന്നിട്ട് ഇപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് ഞാൻ ബിൽഡിങ്സ് ഉണ്ടാക്കും, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ്. അത് കണ്ടിട്ട് ഒരുത്തരും എന്ന് പറയാൻ പാടില്ല. എല്ലാം കറക്റ്റായിട്ട് തന്നെ ഈ സൈഡിൽ ബിൽഡിങ്സ് ഉണ്ടാക്കും. അപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് അത് വൃത്തിയായിട്ട് ഉണ്ടാക്കണം എനിക്ക് താല്പര്യമില്ല. കാരണം ഫാംസ് വൃത്തിയായിട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. പിന്നെ ആ ഒരു ബിൽഡിങ്സും ഫാംസും എല്ലാം സെപ്പറേറ്റ് ആക്കി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു മതിൽ വെക്കുന്നത്. പിന്നെ കുറച്ചൊരു ഫിഷൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് പിയേഴ്സിങ് 4 കിട്ടി. പിന്നെ ഇതൊക്കെ നമുക്ക് നേരത്തെ കിട്ടി ബുക്ക് തന്നെയായിരുന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങളോട് പറഞ്ഞിട്ടായിരുന്നു ഓഫ് ക്യാമറ ഞാൻ മറ്റേ ടൂൾസ് ഒപ്പിച്ച് വെച്ചേക്കുന്നത്. അത് എനിക്ക് ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല ഗൈസ്. ഇത്രയും പണി ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് ടൂൾസ് ഒപ്പിക്കാനുള്ള സമയം കിട്ടിയില്ല. ഓക്കെ, ഈ സ്ഥലത്ത് ഈ ഒരു ഐറ്റംസ് വെച്ചിട്ട് ഞാൻ ആ ഒരു ബിൽഡ് ഉണ്ടാക്കാം ഗൈസ്. ഉണ്ടാക്കിയിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, കുറേ നേരത്തിന് ശേഷം ഒരു നൈസ് ബിൽഡ് ഞാൻ ഇങ്ങോട്ടേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബിൽഡ് ഗൈസ്. ഇതൊരു എൻചാനിങ് സ്റ്റേഷൻ മാത്രമല്ല, ഇതൊരു ക്യാരറ്റ് ഫാർമും കൂടെയാണ്. നമുക്കിത് ഫാർം ചെയ്യാൻ പറ്റും. ഈ ഒരു ഫെൻസ് അകത്തേക്ക് കയറിയിട്ട് ഇതൊരു പെട്ടിയൊക്കെ ഉണ്ട് മറ്റേ ഈ ക്യാരറ്റ് വെക്കാനായിട്ട് ഫാർം ചെയ്തത്. ഒരു ചെറിയ സ്റ്റാർട്ടർ ഹൗസ് പോലത്തെ ഒരു ബിൽഡ്. അതിനകത്ത് നമ്മുടെ ഈ എൻചാനിങ് സ്റ്റേഷൻ ഇതാണ്. നമ്മുടെ ഇതിനകത്ത് നമുക്ക് കഥ തുറന്ന് കയറാൻ പറ്റും. ഇതിനകത്തൊരു കംപ്ലീറ്റ് ഒരു ബുക്കും മറ്റേ എൻചാനിങ് ടേബിളൊക്കെ ഇരിപ്പുണ്ട്. ഇതിനകത്തൊരു പെട്ടിയാണ്, അതിനകത്താണ് നമ്മൾ ഈ ഒരു ലാപ്പിസൊക്കെ വെക്കുന്നത്. പിന്നെ ആ ഒരു റൂഫിൽ കുറച്ച് സ്പേസ് ഉണ്ട്. അവിടെ എന്ത് ബിൽഡ് ചെയ്യാമെന്ന് എനിക്ക് പറയത്തില്ല. 2 ബ്ലോക്ക് സ്പേസ് ഉണ്ട്. അവിടെ എന്തും നമുക്ക് ബിൽഡ് ചെയ്യാം. ഇപ്പോൾ എന്ത് പ്ലാനൊന്നുമില്ല. ഞാൻ കുറച്ച് ഡർട്ട് എടുത്തിട്ട് മറ്റേ ക്രീപ്പറിൻ്റെ കുഴിയൊക്കെ നടക്കാം ഗൈസ്. ഈ ഒരു കുഴി ആദ്യം നടക്കണം ഗൈസ്. ഈ ഒരു കുഴി നമ്മൾ അടച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു റിമീം പോലത്തെ ഒരു വലിയൊരു കുഴിയുണ്ട്, അതുകൂടെ നടക്കണം. അതും മണ്ണിട്ട് മൂടിയിട്ടുണ്ട് ഗൈസ്. ഇനി അടുത്ത കേവ് എവിടെയാണ്, അടുത്ത കുഴി എവിടെയാണ്, അപ്പുറത്തോണ്ട് കുഴി, അതുകൂടെ നടക്കണം ഗൈസ്. ഇവിടെയും സെറ്റായിട്ടുണ്ട്. ഈ കേവിൻ്റെ അപ്പുറത്തുനിന്ന് മറ്റേ കടൽ വരെ ടച്ച് ചെയ്തിട്ട് ഒരു മതിലുണ്ടാക്കുന്നത് തന്നെ. അതിൻ്റെ ഒരു ബോർഡർ നമുക്കിപ്പോൾ ഉണ്ടാക്കി വെക്കാം, നെതറാക്കി വെച്ചിട്ട്. ഞാൻ വിചാരിച്ച പോലല്ല, ഇത് ബിൽഡ് ചെയ്യാനായിട്ട് ഒരുപാട് റിസോഴ്സിൻ്റെ ആവശ്യമുണ്ട് ഗൈസ്. അത് കറക്റ്റായിട്ടൊന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടൊന്ന് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്. ചുമ്മാ ബ്ലോക്കൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് കുറച്ചുകൂടി ടൈം എടുക്കുമായിരിക്കും മിക്കവാറും ഈ ഒരു വളം കംപ്ലീറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇനി മതിലുണ്ടാക്കുന്നതിന് മുന്നേ നെതറാക്കിയിട്ട് ഇപ്പുറത്തുള്ള കംപ്ലീറ്റ് പോട്ട്സോളം ഒന്ന് മാറ്റി നോർമൽ ഡർട്ട് വെച്ചിട്ട് ഗ്രാസ് ആക്കണം ഗൈസ്. കാരണം ഇപ്പുറത്ത് മാത്രം കുറച്ച് ഈ പോട്ട്സോളം ഇരിക്കുന്ന കാരണം കാണാൻ കൊള്ളത്തില്ല ഗൈസ്. അതൊന്ന് കംപ്ലീറ്റ് മാറ്റിയിട്ട് അവിടെ ഡർട്ട് വെക്കണം ഗൈസ്. അത് ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം ഗൈസ്. അടുത്ത എപ്പിസോഡ് ഞാൻ ഒരു XP ഫാർം ഉണ്ടാക്കുന്നുണ്ട്, സോംബി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ള റീസോഴ്സ് എല്ലാം ഞാൻ ഓഫ് ക്യാമറ ഗ്യാദർ ചെയ്ത് വെച്ചോളാം. അടുത്ത വീഡിയോ കാണാം ഗൈസ്.